ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ദേവയാനി ഇപ്പോൾ ജയനോട് എപ്പോഴും തിരക്കുന്നത് തനിക്ക് കരൾ തന്ന ആ കുട്ടിയെ പറ്റിയാണ്. അപ്പം ജയനെ കണ്ടപ്പോൾ ചോദിക്കുന്നത്, എന്നാ ജയേട്ടാ ആ കുട്ടിയുടെ ഇനി ചെക്കപ്പ് ഡേറ്റ് എന്ന്. അപ്പം നീ എന്താ നേരെ കുട്ടിയെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ജയൻ ചോദിച്ചു. അപ്പോൾ പിന്നെ ഞാൻ എന്തിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്, എന്നെ മനസ്സിലാക്കാത്ത എൻ്റെ മരുമോളെ പറ്റിയാണോ എന്ന് ജയനോട് ദേവയാനി ചോദിക്കുക. മരുമോളെ പറ്റി പറയുമ്പോൾ ഒന്നും ഇഷ്ടപ്പെടുന്നില്ലല്ലേ? ആദർശും അവളുടെ പാട്ടിലായി. നിങ്ങളൊക്കെ എന്തുകൊണ്ട് അവളെ ഇങ്ങനെ സ്നേഹിക്കുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് ജയനോട് ദേവയാനി ചോദിക്കുക. ഇപ്പം തന്നെ അമ്മയ്ക്ക് അച്ഛൻ സമ്മാനിച്ച സ്വർണങ്ങളൊക്കെ അവൾ സ്വന്തമാക്കി കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പം ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാണ് ദേവയാനി നിന്നോട് പറയേണ്ടത്? സ്വർണത്തിൻ്റെയും പണത്തിൻ്റെയും പിന്നാലെ നടക്കുന്ന ഒരാളല്ല നമ്മുടെ മരുമോള്. നീ എന്തത് മനസ്സിലാക്കാത്തെ? അവൾക്ക് വേണ്ടത് അവൾ സ്നേഹിക്കുന്നവരുടെ സന്തോഷം മാത്രമാണെന്നുള്ള കാര്യം ജയൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ എൻ്റെ ഈ ഒരു അവസ്ഥയിലും എന്നെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തിനു ജയേട്ടാ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് ദേവയാനി ജയനോട് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങനെയൊന്നും സംസാരിച്ചില്ലല്ലോ ദേവയാനി. അവളെ പുകഴ്ത്തി പറയുന്നതും അവളെപ്പറ്റി നല്ലത് പറയുന്നതും ഒക്കെ എനിക്ക് വേദനയുള്ള കാര്യമാണ് ജയേട്ടാ. അങ്ങനെ എന്നോട് സംസാരിക്കരുത്, എനിക്കത് കേൾക്കുകയും വേണ്ട. ഡോക്ടർ പല പ്രാവശ്യവും പറഞ്ഞു കഴിഞ്ഞു എനിക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്നതൊന്നും പറയരുത് എന്ന്. എന്നിട്ടും പിന്നെയും അതിനെപ്പറ്റി തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇവരിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡോക്ടറും നേഴ്സും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ എന്ത് പറയുന്നു, ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചു. മുഖത്ത് നല്ല ദേഷ്യമൊക്കെ ഉണ്ടല്ലോ, എന്താ കാര്യം? എന്താ സൈക്കോളജിസ്റ്റിൻ്റെ ആ ഒരു ഉപദേശം വ്യക്തമായി കേട്ടതിന് ശേഷം മാത്രമേ വീട്ടിലേക്ക് പോകാവുള്ളൂ കേട്ടോ എന്ന് ഡോക്ടർ പറഞ്ഞു. ദേവയാനിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പം അതേ ഡോക്ടർ, ഇപ്പോഴും മരുമകളെ പറ്റി പറയുമ്പോൾ ചൂടാവുകയാണ് ചെയ്തതെന്ന് ജയൻ അന്നേരം ഡോക്ടറോട് പറയാം. അവളെ പറ്റി പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടറെ, എന്നിട്ടും കേൾക്കുന്നില്ല എന്ന് ദേവയാനി പറയുമ്പം മൂർത്തി സാറിൻ്റെ പ്രഭാഷണമൊക്കെ ഞാൻ പല തവണ കേട്ടിട്ടുണ്ട്. ലയൺസ് ക്ലബ്ബിൽ മൂർത്തി സാർ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് ഞങ്ങൾ സംസാരിപ്പിക്കാറുണ്ടായിരുന്നു. മനസ്സിന് ആത്മവിശ്വാസം തരുന്ന വാക്കുകളായിരുന്നു അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത്. അങ്ങനെയുള്ള സാറ് കൊച്ചുമോൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിയിൽ നന്മയുണ്ടെന്ന് വേണം ദേവയാനി കരുതാൻ എന്ന് ഡോക്ടറും ദേവയാനിയോട് പറയുക. അപ്പം അതിനെപ്പറ്റി ഡോക്ടർ തന്നെ ദേവയാനിയോട് പറയുന്നു. പക്ഷെ ദേവയാനി ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. ഇനി ഡോക്ടറും നിൻ്റെ സ്ട്രെസ്സ് കൂട്ടിയെന്നല്ല നീ പറയോ എന്ന് ജയൻ എന്തായാലും ചോദിച്ചു കേട്ടോ. ദേവയാനിയുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഞാൻ പരിശോധിച്ചിട്ടുണ്ട്, ഇപ്പോൾ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇനിയിപ്പോൾ ചെറിയ തോതിൽ നടക്കാം, ഭർത്താവിൻ്റെ കൈ പിടിച്ചുകൊണ്ടെന്ന് പറഞ്ഞു. ഈ സമയത്ത് സ്ട്രെസ്സ് പാടില്ല എന്നുള്ളത് ഞാൻ തന്നെയാണ് പറഞ്ഞത്. എങ്കിലും മരുമകളെ പറ്റി ജയൻ സാറിന് നല്ലത് പറയുന്നത് അത്ര വലിയ തെറ്റൊന്നും അല്ല കേട്ടോ. എന്നാൽ ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്ന് അങ്ങ് പോയി. ഡോക്ടർ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ജയനോട് ഇങ്ങനെ ജയനെ തുറിച്ച് നോക്കിക്കൊണ്ട് അങ്ങനെ കിടക്കുകയാണ് നമ്മുടെ ദേവയാനി ഒരു ചെറു പുഞ്ചിരിയോടെ നോക്കി അവിടെ നമ്മുടെ ജയനും ഇരിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയന പതുക്കെ പിച്ച വെച്ച് നടക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പതുക്കെ അവിടെ മരുമകൾ നടക്കുമ്പോൾ ഇവിടെ ദേവയാനി നടക്കുന്നു. അവിടെ അനിയത്തിയുടെ കൈ പിടിച്ച നയനം നടക്കുമ്പോൾ ഇവിടെ മകൻ്റെ കൈ പിടിച്ച് ദേവയാനി പതുക്കെ നടക്കും. അങ്ങനെ അവിടെ ഇവിടെയും പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഡോക്ടർ പറഞ്ഞതുപോലെ അവരെ കൊണ്ട് നടത്തിക്കുക കേട്ടോ. എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് അവരുടെ ആ ഒരു ബോഡി അവർ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുക ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ നവ്യേന. അപ്പോൾ നവ്യതയെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലുക. മുത്തശ്ശി, അമ്മയുടെ രോഗം പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടി ഞാൻ അഭിയോടെ ഒരു ശയനപ്രദക്ഷിണം നടത്താൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവനത് ചെയ്യുമോ മോളെ എന്ന് മുത്തശ്ശി ചോദിച്ചു കേട്ടോ. അവന് കുടുംബത്തോടും അമ്മായിയോടും സ്നേഹം ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കും എന്നും പറഞ്ഞ് ഇവർ നിൽക്കുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് വരുന്നു. ജലജ വന്നിങ്ങനെ തുറച്ചു നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ ഇവർ കണ്ടു, അത് അകത്തേക്ക് കയറി വന്നു. ദേവയാനിയുടെ അസുഖം പെട്ടെന്ന് ഭേദമാകാൻ വേണ്ടിയിട്ടേ മോളൊരു നേർച്ച നേർന്നിരിക്കുകയാണ്, അഭിയൊരു ശയനപ്രദക്ഷിണം നടത്തണമെന്ന്. അപ്പോൾ അവനോട് ചോദിച്ചിട്ടാണോ നീ ഇങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് എന്ന് ചോദിച്ചു. നേരത്തേക്കും ഭയങ്കര ഒച്ച വയ്ക്കുന്നു ഈ ജലജ. അപ്പം നല്ലൊരു കാര്യമല്ലേ മോള് പറഞ്ഞത്, ഭാര്യമാർ അങ്ങനെ ഒരു നേർച്ച നേർന്നിട്ടുണ്ടെങ്കിൽ ഭർത്താക്കന്മാരത് നടത്തി കൊടുക്കുകയല്ലേ വേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവളെ മോനപൂർവ്വം എൻ്റെ മോനെ കുഴപ്പിക്കാൻ വേണ്ടി നടക്കുന്നവളാണെന്ന് ജലജ നേരം മുത്തശ്ശിയോട് പറയാം. ആരാണ് കുഴപ്പിക്കാൻ നോക്കുന്നതെന്നേ മുത്തശ്ശിക്ക് നന്നായിട്ട് അറിയാവുന്ന നവ്യ നേരം പറഞ്ഞു. ഈ വീടിനകത്തുള്ളവരെ പരസ്പരം തല്ലിക്കാൻ ഓരോരോ കാരണങ്ങൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിലാണ് എൻ്റെ അമ്മായിയമ്മ. അതിനുവേണ്ടി റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണെന്ന് നവ്യ പറയുമ്പോൾ അത് ശരിയാ. ആ നേരത്തെ മകൾക്ക് എന്താ ആവശ്യം എന്നറിഞ്ഞ് അതൊക്കെ അറിഞ്ഞ് ചെയ്തു കൊടുക്കുകയാണ് നീ ചെയ്യേണ്ടത്. നിന്റെ പേരക്കുട്ടിയാ മകളുടെ വയറ്റിൽ കിടക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി പറയുമ്പോൾ അതുകൊണ്ട് തന്നെ ഇവളുടെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ മീ നോക്കുന്നത് അന്നേരം ജലജ. നോക്കുന്ന കാര്യമൊന്നും നിങ്ങൾ കൂടുതൽ പറയാതിരിക്കുന്നതാ ഭേദമെന്ന് അന്നേരം നവ്യ പറഞ്ഞു. എൻ്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കളയാൻ വേണ്ടി പാലിൽ വിഷം കലർത്തിയത് എൻ്റെ അമ്മായിയമ്മയും ഭർത്താവും കൂടിയാണോ എന്ന് എനിക്ക് ബലമായ സംശയം ഉണ്ടെന്ന കാര്യം നേരം നവ്യ പറഞ്ഞു. ആ പാലാണല്ലോ അമ്മായി കുടിച്ചത്.
അത് മനസ്സിൽ കിടക്കുന്നത് കൊണ്ട് അഭിയെ കൊണ്ട് ശയനപ്രദക്ഷിണം നടത്താമെന്ന് ഞാൻ നേർന്നെന്ന് പറഞ്ഞു. സ്വന്തം കുഞ്ഞിനെ കളയാൻ എൻ്റെ മോൻ ആഗ്രഹിക്കുകൂടി, അതുപോലെ ഏതെങ്കിലും അമ്മായിയമ്മ പേരക്കുട്ടികളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകൂടി എന്നൊക്കെ ജലജ ചോദിച്ചു. അങ്ങനെയുള്ള കഥകളൊക്കെ നിത്യേന കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് നടക്കില്ല എന്നൊന്നും നീ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പം അമ്മ എന്തു പറഞ്ഞാലും ഇവളുടെ സൈഡല്ലേ നിൽക്കത്തുള്ളൂ എന്ന് ജലജ ചോദിക്കാം. ഈ വീട്ടിൽ എന്നെക്കാളും എൻ്റെ മോനേക്കാളും ഇവളോട് ദേഷ്യമുള്ള ഒരാളുണ്ട്, അനാമിക. അപ്പോൾ അനാമികയാണ് ഇത് ചെയ്തതെന്ന് ജലജ തന്നെ വിളിച്ചു പറയാം. അനാമികയുടെ കാല് വാരി ജലജ. ഒട്ടും പ്രതീക്ഷിച്ചില്ല അനാമിക. അപ്പോൾ അതുകൊണ്ടേ ഞങ്ങളെ സംശയിക്കുന്ന സമയത്തെ നിങ്ങളൊക്കെ അവളെ സംശയിക്കാൻ നോക്കാനായിട്ട് ജലജ പറയുവാണേ. അതും പറഞ്ഞ് ജലജ അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി. അങ്ങനെ അനാമികയുടെ ചീട്ട് ജലജ തന്നെ കീറി കൊടുത്തേച്ച് അങ്ങ് പോവുക. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ നിൽക്കുമ്പം മോള് നയനമോളെ വിളിച്ചായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ വിളിച്ചായിരുന്നു മുത്തശ്ശി. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല മുത്തശ്ശി, ഒരു കുഴപ്പവും ഇല്ല. ഏതു നേരവും എനിക്ക് നയനമോളെ കാണാൻ തോന്നുവാണെന്ന് മുത്തശ്ശി പറഞ്ഞു കേട്ടോ. എനിക്ക് മാത്രമല്ല മുത്തശ്ശൻ്റെ കാര്യം അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ നവ്യയുടെ മുഖം വല്ലാതായി. പാവം കൊച്ച്, അമ്മായിമ്മയ്ക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ അത് ചെയ്യണേ. അപ്പോൾ പക്ഷേ ഇപ്പോഴും അമ്മായിമ്മയ്ക്ക് മരുമകളെ ചതുർത്ഥിയാണല്ലോ മോളെന്ന് പറയുമ്പം എത്ര ചതുർത്ഥിയാണെങ്കിലും അവളല്ലേ ഇപ്പം അമ്മായിക്ക് ജീവൻ കൊടുത്തത് എന്ന് നവ്യ നേരം മുത്തശ്ശിയോട് ചോദിക്കണം. അതൊരു ചെറിയ കാര്യമൊന്നും അല്ലല്ലോ മുത്തശ്ശി എന്ന് നവ്യ പറഞ്ഞു കേട്ടോ. പിന്നെ അവൾ എന്നും അങ്ങനെയാണ് മുത്തശ്ശി, അവളെ സ്നേഹിക്കുന്നവരെയും വെറുക്കുന്നവരെയും ഒക്കെ സഹായിച്ചിട്ട് മാത്രമേ ഉള്ളൂ എന്ന് നവ്യ പറയണം. അവളെപ്പോലെ ആകാനേ ആർക്കും കഴിയില്ല മുത്തശ്ശി, ഒരു പെൺകുട്ടികൾക്കും കഴിയില്ല മുത്തശ്ശി എന്നൊക്കെ നവ്യ പറയുമ്പോൾ അതെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരത് സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ ജലജ പതുക്കെ അഭിയുടെ അടുത്തേക്ക് വന്നിട്ട്, എടാ നിന്നെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവൾ അങ്ങനെ പറഞ്ഞതെങ്കിലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് ചെയ്യുന്നത് നല്ലതാടാന്ന് പറഞ്ഞു. ഇത്രയും ദിവസം വ്രതം പിടിക്കാൻ പറ്റ പാടെ എനിക്ക് അറിയാവുള്ളൂ, ഇനി അതിൻ്റെ കൂടെ ശയനപ്രദക്ഷിണം കൂടെ ചെയ്യണോ എന്ന് ചോദിച്ചാൽ അഭി അമ്മയോട് ദേഷ്യപ്പെടുമ്പോൾ, എടാ നീ ഇപ്പം ശയനപ്രദക്ഷിണം നടത്താൻ പോകുന്നത് നിനക്ക് വേണ്ടിയല്ല, നിന്റെ അമ്മായിക്ക് വേണ്ടിയിട്ടാ. ആ അമ്മായിക്ക് വേണ്ടിയിട്ടോ? ആ ഞാൻ അങ്ങനെ എല്ലാവരോടും പറയും, നീയും അങ്ങനെയേ പറയാൻ പാടുള്ളൂ. കരള് തകർന്നു കിടക്കുന്നവൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടാൻ വേണ്ടി നീ ചെന്ന് അമ്പലത്തിൽ ചെന്ന് ഉരുള്, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും അഭി ഇങ്ങനെ നാലുപാട് നോക്കുവാണേ. അത് വേണോ എന്നുള്ളൊരിതിൽ, എടാ ഞാൻ പറയുന്ന നീ കേക്ക്. അങ്ങനെ ചെയ്താൽ നിന്റെ വല്യച്ഛൻ്റെയും ആദർശിൻ്റെയും നിന്റെ വല്യമ്മയുടെ ഒക്കെ മുന്നിൽ നിനക്ക് നല്ലൊരു ക്രെഡിറ്റ് ആയിരിക്കും. പിന്നെ അവരുടെ കൂടെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ അമ്മായിക്ക് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തുന്നത് നീ അവരെ ഒന്ന് ബോധിപ്പിച്ചങ്ങ് എടുത്താൽ മതി എന്ന് പറയണു. മകനൊന്നും മനസ്സിലാകാതെ എന്നെ നോക്കി നിൽക്കുക. ആദർശനും വല്യച്ഛനും ഒക്കെ നിന്നോടൊരു സിമ്പതിയൊക്കെ തോന്നുവടാ, അത് തോന്നട്ടെ. അങ്ങനെയെങ്കിലും നീ ഏതെങ്കിലും ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കട്ടേടാ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ. ഇപ്പം നീ വെറൊരു തൊഴിലാളിയല്ലേടാ, എനിക്കാണെങ്കിലോ ഒന്നും രണ്ടും അല്ല മൂന്ന് ബ്രാഞ്ചാണ് കൊടുത്തിരിക്കുന്നത്, നിനക്കതറിയില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും മോൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുക. ചിന്തിക്കാനൊന്നുമില്ല മോനെ, അതങ്ങ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ജീവിതം ഒന്ന് പച്ച പിടിക്കാൻ വേണ്ടി പുതിയ സ്വഭാവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അഭി അന്നേരം ജലജയോട് പറയുക. ഇതൊരു കഷ്ടം അമ്മേ. എടാ അതുകൊണ്ട് നിനക്ക് ഗുണം മാത്രമേ ഉണ്ടാകുള്ളൂ എന്ന് ഞാൻ പറഞ്ഞില്ലേ? എടാ നീയേ ഗോവിന്ദൻ്റെയും കനകത്തിൻ്റെയും മകളെയാണ് കെട്ടിയത്. ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കുടുംബത്തിൽ നിന്നുമാണ് നീ പെണ്ണെടുത്തത്. ഇനിയിപ്പോൾ അവളുടെ വീട്ടിൽ നിന്ന് നിനക്കൊന്നും കിട്ടാനും പോണില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ നോക്കുക വീണ്ടും അഭി. അവളുമാരെ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. അപ്പം പിന്നെ നിന്റെ ജീവിതം പച്ച പിടിക്കണമെങ്കിലേ നീ തന്നെ വിചാരിക്കണം, അതാണ് വേണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ജലജ പറഞ്ഞു കൊടുക്കുമ്പം ശരി, ഇനി ശയനപ്രദക്ഷിണമെങ്കിൽ ശയനപ്രദക്ഷിണം ഒരു തവണ ഉരുണ്ടാൽ മതിയല്ലോ, പോരാ 3 തവണ നീ ഉരുളണം. 3 തവണയോ? എടാ നീ നിന്റെ അമ്മായിക്ക് വേണ്ടിയിട്ടാണ് ശയനപ്രദക്ഷിണം നടത്തുന്നതെങ്കിലും ദൈവത്തോട് പറയേണ്ടത് അങ്ങനെ ആയിരിക്കരുത് എന്ന് ജലജ പറയുക. അവൾ നശിച്ചാലും എനിക്ക് കുഴപ്പമില്ല, കാരണം നിനക്കറിയാവല്ലോ ഈ വീട്ടിലേക്ക് വന്ന ശേഷം എന്നെ ഇവിടെ ഇട്ട് നട്ടം തിരിച്ചവളാ ഇപ്പം ആശുപത്രി കിടക്കുന്നവള്. അവൾ നശിക്കുന്നത് തന്നെ എനിക്കിഷ്ടം. അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നീ ശയനപ്രദക്ഷിണം നടത്താനായിട്ട്. ആദ്യത്തെ ഉരുൾച്ച അവൾക്ക് വേണ്ടി, രണ്ടാമത്തെ ഉരുൾച്ച നിന്റെ ഭൂലോക പാഴായ പെണ്ണ് നിന്നെ വിട്ട് പോകാൻ വേണ്ടിയിട്ട്, മൂന്നാമത്തേത് അവൾ പോയി കഴിഞ്ഞാലേ നിനക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ വേണ്ടിയിട്ട്. മനസ്സിലായോ? വല്ലതും മനസ്സിലായോ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അമ്മ ഇങ്ങനെ ഉപദേശങ്ങളായിട്ട് പറഞ്ഞു കൊടുക്കുക. അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഇപ്പോൾ ചത്തുപോണേന്ന് പറഞ്ഞു ഉരുളല്ലേ, അമ്മ എന്തൊക്കെയാ അമ്മ പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ നിന്നെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല, അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് ജലജ മോനെ ഉപദേശിക്കുക. ഏതായാലും ശയനപ്രദക്ഷിണം നീ മുടക്കണ്ട, അതും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അമ്മ അവിടെ നിന്ന് പോയി. അഭി നിന്ന് ആലോചനയും തുടങ്ങി. ഇത് കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിൽ പോയി. അതായത് ആദർശും അഭിയും ജയനും ഇവരെല്ലാവരും അമ്പലത്തിൽ പോയി കേട്ടോ. അവിടെ ചെന്നു അഭി ഉരുളിച്ച തുടങ്ങി. നമ്മുടെ ആദർശാണ് അഭിയെ ഇങ്ങനെ ഉരുട്ടി കൊണ്ടുപോകുന്നത്. അങ്ങനെ അവിടെ ചെന്നു പ്രാർത്ഥിച്ചു.
ഒന്ന് ഉരുണ്ടു, അതിനുശേഷം ദേ വരുന്നു രണ്ടാമത് ഉരുളുന്നു. അങ്ങനെ ഉരുളിച്ചകളും കാര്യങ്ങളൊക്കെ വളരെ ഗംഭീരമായിട്ട് നമ്മുടെ അഭി നടത്തി 3 ഉരുളിച്ചകളും പൂർത്തിയാക്കുവാണ്. അഭിയുടെ മുഖമൊക്കെ ആണെങ്കിലും ഭയങ്കര സങ്കടത്തിലായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം അവിടെ നടക്കുമ്പോൾ ജലജ ഓടിപ്പിടിച്ച് ദേവയാനിയുടെ അടുത്തേക്ക് ചെല്ലുക അഭി ഉരുണ്ട കാര്യം പറയാനായിട്ട്. അമ്മായിക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യം വന്ന സമയത്ത് കൃത്യമായി അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വേണം കരുതാൻ എന്നും പറഞ്ഞ് അഭിയെ പറ്റി അവിടെ നിന്ന് പുകഴ്ത്തി പറയുക. അമ്പലത്തിൽ പോയിട്ട് അവൻ വന്നപ്പോഴേ അവൻ്റെ കൈമുട്ട് മുറിഞ്ഞിരിക്കുന്നു. ഞാൻ ചോദിച്ചപ്പോൾ പറയും ആ ശയനപ്രദക്ഷിണം നടത്തിയെന്ന് ഏട്ടത്തിയുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ടിയിട്ടോ? പറഞ്ഞാൽ ഏട്ടത്തി വിശ്വസിക്കത്തില്ലെന്നേ. വേണമെങ്കിൽ നമ്മുടെ കുടുംബക്ഷേത്രത്തിലൊന്ന് വിളിച്ച് ചോദിച്ചു നോക്ക്. ഏട്ടത്തിയുടെ പേരിൽ അർച്ചന നടത്തിയിട്ടാണ് ശയനപ്രദക്ഷിണം നടത്തിയത്. ആ സമയത്തെ ഏട്ടത്തിയുടെ മരുമകൾ വീട്ടിൽ പോയിരുന്ന് സുഖിക്കുവാണെന്നും പറഞ്ഞുകൊണ്ട് പറയുമ്പോൾ അവൾ വീട്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞത് ഞാനല്ലേ ജലജയെന്ന് ദേവയാനി. ആദർശം മലയ്ക്ക് പോയിട്ട് വരുന്നത് വരെ അവൾ വീട്ടിൽ തന്നെ നിൽക്കുന്നതല്ലേ നല്ലത്. ആദർശം മലയ്ക്ക് പോയിട്ട് വന്നാൽ അവൾ മടങ്ങി എത്തില്ലേ ഏട്ടത്തി? പിന്നെന്തിനാ അങ്ങനെ കൊണ്ട് നിർത്തുന്നത്? അപ്പം അങ്ങനെ എത്താതെ ഇരിക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുക ഞാനെന്ന് ദേവയാനി പറഞ്ഞു. നവ്യയ്ക്കൊപ്പം നയനെ ചേർന്നാലേ പുറത്താകാൻ പോകുന്നത് ഏട്ടത്തി ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അനാമിക മോളായിരിക്കും എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് അടുത്തത് പറഞ്ഞു കൊടുക്കണം. അവിടെ അനാമികയുടെ ചീട്ട് കീറി മുത്തശ്ശിയുടെ നവ്യയുടെ മുന്നിൽ, എന്നിട്ട് ഇവിടെ വന്ന് അനാമികയ്ക്ക് സപ്പോർട്ടായിട്ട് ദേവയാനിയുടെ മുന്നിൽ സംസാരിക്കുക. ജലജ എന്നതാ ഉദ്ദേശിക്കുന്നതെന്ന് ജലജയ്ക്ക് പോലും അറിയില്ല. അനാമിക മോളുടെ മുന്നിലൂടെയാ നയനയ്ക്ക് വേണ്ടിയിട്ട് അവർ സ്വർണം കൊണ്ടുപോയി കൊടുത്തത്. മുൻപ് അതിൽ നിന്നൊരു കമ്മൽ ചോദിച്ചിട്ട് പോലും അമ്മ എനിക്ക് തന്നില്ല. എൻ്റെ കാര്യം പോട്ടെ, ഏട്ടത്തേക്കും തന്നിട്ടൊന്നും ഇല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അമ്മ കുറേ സ്വർണം തന്നിട്ടുണ്ടെന്ന് ദേവയാനി പറയാം. അതെനിക്കും തന്നിട്ടുണ്ടല്ലോ ഏട്ടത്തി. പക്ഷേ അമ്മ അമൂല്യമെന്ന് കരുതി വെച്ചിരിക്കുന്ന സ്വർണങ്ങളൊക്കെയാണ് അമ്മ അവൾക്ക് എടുത്ത് കൊടുത്തിരിക്കുന്നത്. അത് ഏട്ടത്തിക്ക് അറിയില്ലേന്ന് ചോദിച്ചു. അതൊക്കെ അനാമിക മോൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊക്കെ സന്തോഷമാകില്ലായിരുന്നു എന്ന് ചോദിച്ചു. ഇതെന്തിനാണാവോ അവക്ക് കൊണ്ടുപോയി കൊടുത്തതെന്നും പറഞ്ഞ് പറയുമ്പോൾ അവരുടെയൊക്കെ മട്ടും ഭാവം കണ്ട ആർക്കായാലും സംശയം തോന്നും ഇനി ഏട്ടത്തിക്ക് കരള് തന്നത് അവളാണോ എന്ന്. അപ്പോൾ അവളെൻ്റെ ചങ്ക് പറിച്ചെടുക്കുന്നതല്ലാതെ അവൾ എനിക്കൊന്നും ദാനമായി തരില്ല എന്ന് ദേവയാനി പറയുക ജലജയോട്. അതെ, മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നവൾക്കാണല്ലോ അച്ഛനും അമ്മയും സ്വർണം കൊണ്ടുപോയി കൊടുത്തത്. പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്നൊക്കെ ജലജ ആ നാവുകൊണ്ട് തന്നെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. നയനിയും അവളുടെ അമ്മയും അതുപോലെ ദൈവങ്ങളെ വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയോ ദുർമൂർത്തികളെ പ്രാർത്ഥിക്കുന്നുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അതുകൊണ്ടാണ് ഏട്ടത്തി ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, അതിനൊരു സംശയവും ഇല്ല. ഇനി അവൾക്ക് വേണ്ടി നമ്മളെയൊക്കെ വീട്ടിലെ ആണുങ്ങൾ അടിച്ച് വെളി കളയാതിരുന്ന ഭാഗ്യമെന്നും ജലജ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക കേട്ടോ ഈ ദേവയാനിയോട്. അപ്പോൾ ഏറ്റവും എന്നുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അത്രയും പറഞ്ഞ് എല്ലാം സെറ്റാക്കി അവിടെ ജലജ ഇരിക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്നത് പതുക്കെ നടന്നു തുടങ്ങിയ നമ്മുടെ നയനയുടെ കൂടെ നയനയെ കൈ പിടിച്ച് നടത്തിക്കുന്ന ആദർശിനെയും നയനയുമാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ആദർശേട്ടാ, എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു നയന. കൂടുതൽ ആത്മവിശ്വാസം ഒന്നും വേണ്ട കേട്ടോ എന്ന് ആദർശം പറഞ്ഞു. അപ്പം അമ്മയും നടന്നു തുടങ്ങിയില്ലേന്ന് ചോദിച്ചപ്പം ചെറുതായിട്ടൊക്കെ നടന്നു തുടങ്ങിയെന്ന് ആദർശം നേരം പറഞ്ഞു. പിന്നെ ഇന്ന് ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞാൻ അങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ നടക്കുന്ന സമയത്ത് നമ്മുടെ കനകം അങ്ങോട്ടേക്ക് വരുക. അപ്പോൾ കനകം വന്നപ്പോൾ ഈ കാഴ്ച കാണുക കേട്ടോ. പിറകെ ഗോവിന്ദേട്ടനും വരുന്നുണ്ട്. ഗോവിന്ദേട്ടൻ വന്നപ്പോൾ കനകം ഇത് കണ്ട് സ്റ്റക്കായിട്ട് അവിടെ അങ്ങനെ നിൽക്കുന്നത് കണ്ടു. അപ്പോൾ ഗോവിന്ദേട്ടൻ ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇതാ നോക്കിക്കേന്ന് പറഞ്ഞുകൊണ്ട് കനകം ഗോവിന്ദേട്ടനെ കാണിച്ചു കൊടുക്കുക. അങ്ങനെ നയനയെ പതുക്കെ പിടിച്ച് ചേർത്ത് ഇങ്ങനെ നമ്മുടെ ആദർശം ഇങ്ങനെ അതിലേക്ക് നടത്തിക്കുന്നൊക്കെ ഇവർ നിറഞ്ഞ മനസ്സോടെ കണ്ടു നിൽക്കുക. അങ്ങനെ നടക്കുന്ന ഇടയിൽ ഇവർ സംസാരിക്കുന്നുണ്ട്. അപ്പം നയനയാണെങ്കിൽ ആദർശിൻ്റെ അമ്മയെ പറ്റിയൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴും അമ്മയ്ക്ക് ഇപ്പം എന്നോടുള്ള വെറുപ്പൊന്നും മാറിയിട്ടില്ലല്ലോ അല്ലേ ആദർശേട്ടാന്ന് ചോദിച്ചപ്പോൾ അമ്മ സത്യങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ എന്ന് ആദർശ് പറഞ്ഞു. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നത് ആദർശേട്ടാന്ന് നയന. നമ്മുടെ സഹായത്തിനുള്ള റിസൾട്ട് കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ ചെയ്തത് വിളിച്ചു പറഞ്ഞു പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന് നയന ആദർശിനോട് ചോദിക്കുവാണേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഇടയിൽ ചെയ്തത് വിളിച്ചു പറയുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത് എന്ന് ആദർശ നേരം നയനയോട് പറഞ്ഞു. ഇതൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്തപ്പോൾ കനകത്തിന് ഇപ്പോൾ ആദർശ മോനോട് നമ്മുടെ മോളോട് വലിയ സ്നേഹമാണല്ലേ എന്ന് പറഞ്ഞു. പിന്നെ അത് മോൻ്റെ അമ്മയ്ക്ക് കരൾ കൊടുത്തതിന് ശേഷം കുറച്ചുകൂടി കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി എന്ത് വന്നാലും ആദർശ മോളെ കൈവിടില്ല എന്നുള്ളൊരു ആശ്വാസം ഉണ്ട് എന്ന് കനകത്തിനോട് ഗോവിന്ദേട്ടനും പറഞ്ഞു. നവ്യയുടെ കാര്യമാണ് കഷ്ടം, ശരിക്കും അഭി ഒരു ദുരന്തമാണെന്ന് ഇടയ്ക്ക് നന്ദുവും പറഞ്ഞായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരല്ല, അവൻ്റെ അമ്മയാണ് യഥാർത്ഥ ദുരന്തം, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ആയി പോയതെന്ന് കനകവും പറയുക. ആദർശമോൻ്റെ അമ്മ നമ്മുടെ മോളെ വെറുക്കുന്നുണ്ടെങ്കിലും അവരുടെ സ്വഭാവമേ അത് നല്ലതാ, അവർ കുടുംബസ്നേഹം ഉള്ളവരാണെന്നുള്ള കാര്യം പറയുന്നു. അതുപോലെയല്ല ഈ ജലജയെന്ന് പറയണ പൂതന. അവർക്ക് അവരോടും അവരുടെ മക്കളോടും അല്ലാതെ വേറെ ആരോടും ഒരു സ്നേഹവും കടപ്പാടും ഒന്നുമില്ല എന്നൊക്കെ പറയണം.
അപ്പോൾ അവരങ്ങനെ പുറത്തു നിന്ന് ഈ കാര്യം പറയുമ്പോൾ ആദർശ് ഇവിടെ നയനോട് നിനക്കിപ്പോൾ അങ്ങനെ വേദന എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് ഒരു വേദനയില്ല ആദർശേട്ടാ, ഞാൻ ഒറ്റയ്ക്കൊക്കെ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൂടുതൽ സാഹസമൊന്നും കാണിക്കാൻ നിൽക്കണ്ട കേട്ടോ എന്ന് ആദർശ് പറഞ്ഞു. അപ്പം ഞാൻ നടക്കുന്നത് ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് മനസ്സിലാകും. ആദർശേട്ടൻ ഇങ്ങോട്ട് വരുമ്പോഴേ ഫോളോ ചെയ്യാനൊക്കെ ആൾക്കാരുണ്ട്. ആദർശേട്ടൻ ഇവിടെ വരുന്നത് എൻ്റെ അമ്മായിയമ്മയെ അറിയിക്കാൻ പലർക്കും ഇഷ്ടമാണല്ലോ ആദർശേട്ടാ. അങ്ങനെ പേടിച്ച് ജീവിക്കാനൊന്നും പറ്റില്ല നേനെ. ഒരുപാട് പേടിച്ചതല്ലേ നീ, ഇനി അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. നടക്കുക ബാ എന്നും പറഞ്ഞ് പിന്നെയും ആദർശ് നയനയുടെ കൈ പിടിച്ചിങ്ങനെ നടത്തിക്കുക. അങ്ങനെ അവർ ആ റൂമിലൂടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വീണ്ടും വീണ്ടും ഇങ്ങനെ സ്നേഹത്തോടെ നടക്കുക കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അഭി ഇങ്ങനെ അനന്തപുരിയിൽ ഇങ്ങനെ പുറവും കൈയും ഒക്കെ തിരുമിയിരിക്കുന്ന സമയത്താണ് അനാമിക ചേച്ചി അതിൽ ഇറങ്ങി വരുന്നത്. അനാമിക ചേച്ചി അന്നേരം അഭിയെ കണ്ടു. അഭി കണ്ടു കഴിഞ്ഞപ്പോഴേക്കും നടിമുടി ഒരു നോട്ടമൊക്കെ. അങ്ങനെ അഭി ഇങ്ങനെ തൂത്തും തിരുമ്മി ഇരിക്കുക. ശയനപ്രദക്ഷിണം നടത്തി കഴിഞ്ഞപ്പോൾ കൈക്ക് നല്ല വേദനയുണ്ടോ എന്ന് അനാമിക അഭിയോട് ചോദിക്കുക. അപ്പോൾ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യുന്നതല്ലേ, അതുകൊണ്ട് തരക്കേടില്ലാത്ത വേദന ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ മകരവിളക്കിനല്ലേ മലയ്ക്ക് പോകുന്നുള്ളൂ, അതുവരെ വ്രതം പിടിക്കണ്ടേ എന്ന് നമ്മുടെ അനാമിക ചോദിക്കുക. അന്നേരം ഇനിയൊരു 10-15 ദിവസം കൂടി പിടിക്കണം, അതൊരു വല്ലാത്ത ശിക്ഷയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും എന്തേ അങ്ങോട്ടേക്ക് നമ്മുടെ മുത്തശ്ശൻ വന്നു. മുത്തശ്ശി അതെന്താടാ നീ അങ്ങനെ പറഞ്ഞതെന്നും ചോദിച്ചു. അതല്ല മുത്തശ്ശ, അമ്മമാർക്കും ഇങ്ങനെ വ്രതം നോക്കേണ്ടി വരില്ലേ, അതവർക്ക് ബുദ്ധിമുട്ടായിരിക്കില്ലേ എന്ന് ചോദിച്ചപ്പം നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാനിപ്പോൾ ശയനപ്രദക്ഷിണമൊക്കെ ആയിട്ട് നിൽക്കുകയല്ലേ. നീ ആഴ്ചയിൽ ഒരു ദിവസം വെച്ച് ശയനപ്രദക്ഷിണം നടത്തിയാലേ ഒരു കുഴപ്പമില്ല, അത്രയ്ക്ക് പാപങ്ങൾ ചെയ്തിട്ടുണ്ട് നീ എന്ന് മുത്തച്ഛൻ അന്നേരം അഭിയോട് പറഞ്ഞു. അതെ, എല്ലാവരോടും ഞാനൊരു കാര്യം പറയാം, നാളെ ദേവയാനിയുടെ ഡിസ്ചാർജ് ചെയ്ത് വരും, അതുകൊണ്ട് എല്ലാവരും ഒരിക്കലിരിക്കണമെന്ന് പറഞ്ഞു. ആരെയും നിർബന്ധിക്കുന്നൊന്നുമില്ല, അവളോട് സ്നേഹമുള്ളവർ മാത്രം അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് കേട്ടപ്പം എന്നാൽ പിന്നെ ഞാൻ മുത്തശ്ശ ഒരിക്കലും എടുത്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ദേവയാനി സ്വന്തം മരുമകളായി കാണുന്നത് മോളെയാ, അതുകൊണ്ട് ആ ഒരു സ്നേഹം അവളോട് നീ കാണിക്കുന്നത് നല്ലതാ. മുത്തശ്ശി അത് പറഞ്ഞില്ലെങ്കിലും ശരി, നാളെ വല്യമ്മയുടെ ഇതാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വ്രതം പിടിച്ചേനെ. എന്തായാലും നാളെ ഞാൻ ഒരു നേരം പോലും ആഹാരം കഴിക്കുന്നില്ല എന്ന് പറഞ്ഞ് അനാമിക കള്ളം പറയുന്നു. ആ സമയത്ത് നമ്മുടെ നവ്യ അതുവഴി വരുക. ഒരാൾ വരുന്നുണ്ടല്ലോ, ഇവിടെ എല്ലാവരും മലയ്ക്ക് പോകുന്നുണ്ട്, നോൺ വെജ് കഴിക്കാൻ പറ്റാത്തതിൻ്റെ വേദനയില്ല അഭിയേട്ടൻ്റെ ഭാര്യ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക അതിനും കുറ്റം പറയാം. നാളെ വല്യമ്മയുടെ ദിവസമാണ് എന്ന് പറയുമ്പോൾ എന്ന് വെച്ച് മോൾ ഒരിക്കലൊന്നും നോക്കണ്ട കേട്ടോ എന്ന് മുത്തശ്ശി അന്നേരം പറഞ്ഞു. മുത്തശ്ശി അത് പറയുന്നത് കേട്ടപ്പോൾ അനാമികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ എന്ന് മുത്തശ്ശി ഇങ്ങനെ പറഞ്ഞപ്പം അതൊന്നും സാരമില്ല, അമ്മായിക്ക് വേണ്ടിയല്ലേ, ഞാൻ പിടിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് വേണ്ട മോളെ, ഈ സമയത്ത് മോളുടെ കുഞ്ഞിനെ പറ്റിയാണ് ചിന്തിക്കേണ്ടത്, അതിൻ്റെ ആരോഗ്യത്തെ പറ്റിയാണ് ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അബിക്ക് ഒരിക്കലൊക്കെ പിടിക്കാൻ പറ്റുമോ എന്ന് നവ്യ ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവനെന്താ പിടിച്ചാലോ എന്ന് മുത്തശ്ശി ചോദിച്ചു. അതെന്താ നവ്യ നീ അങ്ങനെ ചോദിച്ചേ? ഞാനിതിന് മുമ്പും ഒരിക്കലൊക്കെ പിടിച്ചിട്ടുള്ളതാണല്ലോ. അപ്പോൾ എപ്പോഴാ എന്ന് മുത്തശ്ശൻ ചോദിച്ചു കേട്ടോ. അതുപോലെ ഏകാദശി വ്രതമൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഒരിക്കലും പിടിച്ചിട്ടുണ്ടല്ലോ മുത്തശ്ശ. എന്നെ അറിവിൽ നീ അങ്ങനെ ഒരു ഏകാദശിക്ക് വ്രതം എടുത്തിട്ടില്ലല്ലോ അബി. പിന്നെ നാളെ അങ്ങനെ ചെയ്താൽ ദേവയാനിക്ക് അത് നല്ലതാ, അതുകൊണ്ട് പറഞ്ഞതാണെന്ന് പറഞ്ഞു. എന്ന് കരുതി മോൾ ആഹാരം പാടെ ഉപേക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഇടയ്ക്ക് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞു അനാമികയോട് മുത്തശ്ശി. ഇല്ല മുത്തശ്ശി ഞാനൊന്നും കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എടുക്കാൻ പറ്റുന്ന വ്രതം എടുക്കാവൂ, ഇവളെ കൊണ്ട് അതിനൊന്നും പറ്റില്ല മുത്തശ്ശി എന്ന് നമ്മുടെ നബിയെ പറഞ്ഞപ്പോൾ എന്നാൽ നീയാണോ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ അനാമിക പറയാൻ തുടങ്ങിയപ്പോഴേക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ അവളോട് വായടയ്ക്കാൻ പറഞ്ഞു. മൂത്തവരെ എടി പോടിന്ന് വിളിക്കരുതെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് അനാമികയോട് ചോദിക്കാം. എന്നെയും നയനയെയും ഏതു നേരവും അങ്ങനെ തന്നെയാണ് വിളിക്കുന്നത് മുത്തശ്ശ എന്ന് നമ്മുടെ നവ്യ പറഞ്ഞു. അങ്ങനെ വിളിക്കുമ്പോൾ അവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത് സ്വന്തം അച്ഛനും അമ്മയും ആണ് എന്നും അവരുടെ സംസാരമാണ് മക്കൾക്ക് കിട്ടിയിരിക്കുന്നതെന്നും നമ്മുടെ മുത്തശ്ശൻ പറഞ്ഞപ്പം സോറി മുത്തശ്ശ എന്നും പറഞ്ഞ് നിൽക്കണു. സോറി എന്നൊന്നും പറയണ്ട, വിളിച്ചത് തെറ്റായിപ്പോയി എന്ന് തോന്നലുണ്ടെങ്കിൽ ഇനി വിളിക്കാതിരിക്കുക, അതാണ് നീ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അതും പറഞ്ഞ് നമ്മുടെ മുത്തശ്ശൻ അങ്ങ് പോയി അനാമിക എടുത്തിട്ട് പൊരിച്ചു കിട്ടോ. എന്തായാലും അവൾക്ക് നല്ല കണ്ടകശനി തന്നെയാണ്, അത് അവളെയും കൊണ്ട് പോകും. ഈ സമയം കിളവനെ കൊണ്ട് തോറ്റു. ഇയാളൊരു തമ്പുരാൻ വന്നിരിക്കുന്നു മനസ്സിലിങ്ങനെ ഓരോന്ന് പറയുമ്പോൾ ഇവളിപ്പം മനസ്സിൽ മുത്തശ്ശനെ വിളിച്ചത് മുത്തശ്ശി കേട്ടാ ഇവളുടെ ചെവിക്കലടിച്ച് പൊളിക്കുമെന്ന് നമ്മുടെ നവ്യ നേരം മുത്തശ്ശിയോട് പറയുക കേട്ടോ. കണ്ടോ മുത്തശ്ശി, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആരായാലും പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞു പോകില്ലേ എന്ന് അനാമിക. മതി, ഇവൻ്റെ മുത്തശ്ശൻ്റെ മുന്നിൽ ഇവിടെ ആരും ഇങ്ങനെയൊന്നും ഇന്നുവരെ സംസാരിക്കാറില്ലായിരുന്നു, കുറച്ച് നാളായിട്ടാണ് അതിനൊക്കെ മാറ്റം വന്നിരിക്കുന്നത്, അതുകൊണ്ട് എല്ലാവരും നാവൊന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണെന്ന് മുത്തശ്ശി അങ്ങ് പറഞ്ഞു. അവിടെയും അവക്ക് പണി. കഷ്ടമുണ്ട്, നല്ല രസവും ഉണ്ട്, നല്ല രീതിയിൽ നല്ല അടിപൊളി എപ്പിസോഡായിരുന്നു ഇന്നത്തേത്. എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. നാളെ ഇനി അനാമിക എന്തോരം കട്ട് തിന്നാലാണെന്ന്, നല്ല രസമായിരിക്കും. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.